നമസ്തേ, പ്രീതാസ് ഗാലറിയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മത്തങ്ങ കറിയാണ്. സാധാരണ നമ്മൾ മത്തങ്ങ കൊണ്ട് എലിശ്ശേരിയൊക്കെ അല്ലേ അങ്ങനത്തെയൊക്കെ അല്ലേ ഉണ്ടാക്കുന്നത്. അതിൽ നിന്നൊക്കെ കുറച്ച് ഡിഫറെൻ്റായ രീതിയിലാണ് ഇതുണ്ടാക്കാൻ പോകുന്നത്. ചോറിനും ചപ്പാത്തിക്കൊക്കെ പറ്റും ഈ കറി. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ നമുക്ക് ഈ മത്തങ്ങ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. മത്തങ്ങ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അത്യാവശ്യം വലിയൊരു കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത മത്തങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ തോടും കുരുവൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം കഴുകി ഒന്ന് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് കൊണ്ടുവരാം. ഇപ്പം ഞാനിതാ അത് തോടൊക്കെ കളഞ്ഞിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ മത്തങ്ങയുടെ കഷ്ണത്തിൻ്റെ പ്ലേറ്റ് ഇവിടുന്ന് മാറ്റി വയ്ക്കാം. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 8-10 ചെറിയ ഉള്ളി മതി. മീഡിയം സൈസിലുള്ള ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. മുളക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. 4 വലിയ വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. ഇതിൽ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും നമ്മുടെ കറിയിലേക്കും അരപ്പിനും രണ്ടിനും കൂടിയിട്ടാണുള്ളത്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്കൊരു 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാനൊരു തണ്ട് കറിവേപ്പില നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അതും ഒന്ന് ഊരിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ എടുത്ത് വെച്ച ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അതിന്ന് 3 ചെറിയ ഉള്ളി ഞാൻ അരപ്പിലേക്ക് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളിയിൽ നിന്ന് 1 വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ഒന്ന് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പച്ചമുളകും അതെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മുഴുവനായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്തിട്ടില്ല, ഇതുപോലെ കട്ട് ചെയ്താൽ മതി. ഇനി ഇത് 3ഉം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി. ഉള്ളി ഇട്ടതിന് ശേഷം സ്റ്റൗവ് നല്ലോണം താത്തി വയ്ക്കുക, അല്ലെങ്കിൽ ഓഫ് ചെയ്തിടുക. കാരണം പൊടികൾ ഇടുമ്പോൾ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോവുള്ളൂ. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ടിട്ട് നേരെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച മത്തങ്ങ ഉണ്ടല്ലോ, ആ മത്തങ്ങയുടെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം നേരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പൊടികൾ കരിയാതെ നോക്കണം, നല്ലോണം താത്തി വെക്കണം. പിന്നെ മുളക് പൊടി എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം. ഇനി ഞാനിതിലേക്കൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിരുന്നു. ആ വീഡിയോ കട്ടായി പോയതാണ്. കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ എടുത്തു വെച്ച തക്കാളി ഇല്ലേ, അത് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ആവണമെന്നൊന്നുമില്ല, എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാം. ഈ കട്ട് ചെയ്ത് വെച്ച തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഈ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ടതിന് ശേഷം ഒന്ന് നേരെ മിക്സ് ചെയ്തെടുക്കുക. വെള്ളം കുറച്ച് കുറവാണ് തോന്നിയപ്പോൾ ഞാനൊരു കുറച്ച് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നേരെ മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇനി ഈ മത്തങ്ങ വേകുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഫ്രഷ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്കൊരു 2 പിടി തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ എടുത്ത് വെച്ച ഉള്ളി ഉണ്ടല്ലോ, അതിന്നൊരു 3 ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ചെറിയ ഉള്ളി, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആ 1 വെളുത്തുള്ളി അല്ലി എടുത്ത് വെച്ച വെളുത്തുള്ളി അല്ലി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇപ്പം മത്തങ്ങയൊക്കെ നേരെ വെന്തിട്ടുണ്ടാവും. മത്തങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. മത്തങ്ങ വേവാൻ ഒരുപാട് ടൈമിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഈ മത്തങ്ങയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഒരുപാട് ഉടച്ച് ചേർക്കേണ്ട, ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങാരപ്പുണ്ടല്ലോ, ആ തേങ്ങാരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചതിന് ശേഷം ഒന്ന് നേരെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1-2 തിളച്ചോട്ടെ. കാരണം നമ്മളിതിൽ വെളുത്തുള്ളിയൊക്കെ ചേർത്ത കാരണം ഒന്ന് തിളച്ചോട്ടെ. തിളച്ചു കൂടുമ്പോൾ അങ്ങോട്ട് വാങ്ങണ്ട, 1-2 തിളച്ചിട്ട് വാങ്ങിയാൽ മതി. പിന്നെ തിക്നെസ് നിങ്ങൾക്ക് നോക്കിയിട്ട് എത്രയാണ് തിക്നെസ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തോളൂ. ഞാൻ ചപ്പാത്തിക്കാണ്, അപ്പോൾ ഒരുപാട് വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുന്നില്ല, കുറച്ച് തിക്കായിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്കൊരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. താളിച്ച് ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മൾ നേരത്തെ അവിടെ കടുകും ഒക്കെ താളിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് താളിച്ച് ഒഴിക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് താളിച്ച് ഒഴിച്ചിട്ടുണ്ട്. കാരണം ആ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടൊരു ഭംഗിക്ക് വേണ്ടിയിട്ടൊന്ന് താളിച്ച് ഒഴിച്ചിട്ടുണ്ട്. താളിച്ച് ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ എളുപ്പത്തിലുണ്ടാക്കാവുന്ന മത്തങ്ങ കറി
സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയ രീതിയിലല്ലേ ചോറിനും ചപ്പാത്തിക്കൊക്കെ പറ്റുന്ന ഈ അടിപൊളി മത്തങ്ങാക്കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിനി അടിപൊളി പുതിയ റെസിപ്പിയുമായി കാണാം. നന്ദി, നമസ്കാരം.